പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മുറിവേറ്റ ലോകത്തെ ചൊല്ലിയുള്ള പിതാവിന്റെ വിലാപം എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ജീവിക്കുന്നത് അതീവ ഗൗരവകരമായ ഒരു കാലഘട്ടത്തിലാണ്. രാജ്യങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്നു, ഭയം അതിവേഗം പടരുന്നു. ഇതൊരു യുദ്ധമാണ്, അവിടെ നാശനഷ്ടങ്ങൾ സ്വാഭാവികമാണ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു യുദ്ധക്കളത്തിൽ ഒരു ജീവന്റെ വില അളക്കുവാൻ കഴിയുന്നതല്ല. ആ കുട്ടിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് ചോദിച്ചാൽ ഒരു ജീവന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകും. ആ കുഞ്ഞിനെ ചുമന്ന അമ്മയോടോ വളർത്തിയ അച്ഛനോടോ ചോദിച്ചാൽ വേർപാടിന്റെ ഭാരം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ വേദനയുടെ ആഴം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഭൗമിക മാതാപിതാക്കൾക്ക് ഇത്രയധികം ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ താൻ സൃഷ്ടിച്ച മക്കളിൽ ഒരാൾ കഷ്ടപ്പെടുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് എത്രമാത്രം വേദന തോന്നും. തിരുവചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനങ്ങൾ 27:10. സ്വർഗത്തിലെ ദൈവം തന്റെ സൃഷ്ടിയെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അവൻ നിസ്സംഗനല്ല, ക്രൂരനുമല്ല, നാശത്തെ സ്നേഹിക്കുന്നവനല്ല. ദൈവം യുദ്ധക്കൊതിയനല്ല. ചരിത്രത്തിലുടനീളം നാം കാണുന്നത് ദൈവം അക്രമത്തിൽ ആനന്ദിക്കുന്നതല്ല, മറിച്ച് നീതിയും അനീതിയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ്. തുടക്കം മുതൽ മനുഷ്യരാശിക്ക് ജീവൻ നൽകാനാണ് ദൈവം ആഗ്രഹിച്ചത്, അത് എടുത്തു കളയാനല്ല. ദൈവാത്മാവ് ചലിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ ദൈവാത്മാവ് ശക്തമായി പ്രവർത്തിച്ച സന്ദർഭങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തുന്നു. ദൈവിക നീതിയും ധൈര്യവും ദാവീദിൽ നിറഞ്ഞപ്പോൾ ഗോലിയാത്ത് അവന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി. ദൈവത്തിന്റെ ബലം സാംസണിൽ വന്നപ്പോൾ അവൻ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു. ഗിദെയോൻ, ദെബോര, ജോനഥാൻ, ജൂദിത്ത് എന്നിവർ പ്രവർത്തിച്ചത് സ്വന്തം മഹത്വത്തിനല്ല, മറിച്ച് ദൈവിക ബോധ്യത്തിനാലാണ്. മോശയിലൂടെയും യോശുവയിലൂടെയും ദൈവം തന്റെ ജനത്തെ വിടുവിക്കുകയും വഴി നടത്തുകയും ചെയ്തു. ഏലിയാവ്, എലീശ തുടങ്ങിയ പ്രവാചകന്മാർ ദൈവത്തിന്റെ ശക്തിയാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലും കണ്ടു. ഈ സംഭവങ്ങൾ മനുഷ്യന്റെ ആക്രമണോത്സുകതയുടെ പ്രകടനങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവിക നീതിയുടെയും കരുണയുടെയും ക്ഷമയുടെയും വെളിപ്പെടുത്തുകളായിരുന്നു. ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുത്തത് പക്ഷപാതം കൊണ്ടല്ല, മറിച്ച് ലോകത്തിന് നീതി കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു മാതൃകയായാണ്. ചരിത്രം വ്യക്തമായ ഒരു കാര്യം തെളിയിക്കുന്നു: അധർമ്മം ആത്യന്തികമായി സ്വയം നശിപ്പിക്കും. നീതിയെ കീഴടക്കാൻ മരണത്തിന് കഴിയില്ല. ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ്. യുദ്ധത്തിനോ അഹങ്കാരത്തിനോ കലാപത്തിനോ സർവശക്തനോട് മത്സരിക്കാൻ കഴിയുമെന്ന് മനുഷ്യരാശി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സോദോം ഗൊമോറയെയും നോഹയുടെ കാലത്തെ മഹാപ്രളയത്തെയും നാം ഓർക്കണം. ചരിത്രത്തിൽ ആരും തന്നെ ദൈവത്തിനെതിരെ പാപം ചെയ്ത് അവനെ പരാജയപ്പെടുത്തിയിട്ടില്ല. എങ്കിലും വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും രക്ഷിക്കാനാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. മതത്തിന്റെ പേരിൽ നാം എന്തിന് നശിപ്പിക്കണം? അനീതിയിലൂടെ നാം എന്തിന് ദൈവത്തോട് മത്സരിക്കണം? യാഗങ്ങൾ അർപ്പിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും നീതിയിൽ നടക്കുകയും ചെയ്ത രക്തസാക്ഷികൾ വിഡ്ഢികളായിരുന്നില്ല. തങ്ങൾ വിശ്വസിച്ചവൻ വിശ്വസ്തനും നീതിമാനുമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. വഴിയും സത്യവും ജീവനും. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഒരു പ്രസ്താവന സമാനതകളില്ലാത്തതാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ 14:6. യേശുക്രിസ്തുവാണ് ഇത് പറഞ്ഞത്. ബൈബിളിലുടനീളം പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും വിശ്വാസികളും രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും നാം കാണുന്നു. അത് അവരുടെ സ്വന്തം ശക്തിയാലല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയാലാണ്. ഇത് ആരെയും അപമാനിക്കാനോ മറ്റ് ജനതകളെ കുറ്റപ്പെടുത്താനോ എഴുതിയതല്ല. വിനയത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഇത് പറയുന്നത്. ഈ ദൈവം ജീവനുള്ളവനും സത്യസന്ധനും കരുണാമയനും ശക്തനുമാണെങ്കിൽ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് അവന്റെ ഇഷ്ടത്തിൽ നടന്നുകൂടാ? ഈ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വരാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനും എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ?
ഈ ആഹ്വാനം നിസ്സാരമായി പറയുന്നതല്ല. സമയം വിലപ്പെട്ടതാണ്. മാനസാന്തരത്തിനും സമാധാനത്തിനുമുള്ള അവസരങ്ങൾ എന്നും തുറന്നിരിക്കില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങൾ ദൈവദാനമാണ്. അതിനാൽ സമയമുള്ളപ്പോൾ തന്നെ നമുക്ക് നീതിയിലേക്ക് തിരിയാം. ഈ ക്ഷണം ജാതി, മതം, വർഗം, ഭാഷ, രാഷ്ട്രം എന്നിവയ്ക്ക് അതീതമായി എല്ലാവർക്കും ഉള്ളതാണ്. ഓരോ മനുഷ്യനും സൃഷ്ടാവിൻ്റെ സാദൃശ്യം വഹിക്കുന്നു. അളവറ്റ മൂല്യമുള്ളവനും ആണ്. മാനവരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പിനായി ജീവൻ നൽകിയ രക്ഷകനായ യേശു ക്രിസ്തു ഒരു രാഷ്ട്രത്തിനു വേണ്ടിയോ ഒരു വിഭാഗത്തിനു വേണ്ടിയോ മാത്രമല്ല മരിച്ചത്. അവന്റെ ബലി ലോകത്തോടുള്ള ദൈവിക സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. അവന്റെ കൈകൾ വിരിക്കപ്പെട്ടത് ആരെയും ഒഴിവാക്കാനല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിരുന്നു. ജീവനെ തിരഞ്ഞെടുക്കുക. മോശ ഒരിക്കൽ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ, ഞാൻ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ജീവനെ തിരഞ്ഞെടുക്കുക. ആവർത്തന പുസ്തകം 30:19 അതുകൊണ്ട് ഇന്ന് സ്നേഹത്തോടും വിനയത്തോടും കൂടി ഞങ്ങൾ ഇതേ അഭ്യർത്ഥന ആവർത്തിക്കുന്നു: ജീവനെ തിരഞ്ഞെടുക്കുക. എന്നാൽ തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും ഓരോ വ്യക്തിക്കുമുള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തെ തിന്മയ്ക്കായി മോഷ്ടിക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഒരു വ്യക്തിക്കോ സർക്കാരിനോ സമൂഹത്തിനോ അവകാശമില്ല. ഈ വാക്കുകൾ ആരെയും നിയന്ത്രിക്കാനല്ല, മറിച്ച് ശുദ്ധമായ ഉദ്ദേശ്യത്തോടും ആത്മാർത്ഥതയോടും കൂടി എല്ലാവരുടെയും നന്മയ്ക്കായി പറയുന്നതാണ്. നമുക്ക് രാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ലവനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ, ഓരോ കണ്ണുനീരും കാണുകയും ഓരോ വിളിയും കേൾക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഓരോ ജീവനെയും ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തി. ഓരോ മാതാപിതാക്കളുടെയും വേദന അങ്ങ് അറിയുന്നു. ഓരോ സൈനികന്റെയും ഭയം അങ്ങ് അറിയുന്നു. സംഘർഷങ്ങളിൽ അകപ്പെട്ട ഓരോ കുട്ടിയുടെയും സങ്കടം അങ്ങ് അറിയുന്നു. കർത്താവെ, ഭൗമിക മാതാപിതാക്കൾ ഇത്രയധികം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ സൃഷ്ടികൾ കഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തെക്കാൾ വലിയ ജ്ഞാനം അവർക്ക് നൽകണമേ. രാഷ്ട്രങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരത്തെക്കാൾ വലിയ വിനയം അവർക്ക് നൽകണമേ. സൈനികർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കർത്താവ് ദയ തോന്നി സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശങ്കകളിൽ അവരെ ആശ്വസിപ്പിക്കണമേ. പരസ്പരം എതിർക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ രക്തം ചിന്തുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളെ മൃദുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രതികാരത്തെക്കാൾ നീതി ഉയരട്ടെ. വെറുപ്പിനെ കരുണ കീഴടക്കട്ടെ. വഞ്ചനയെ സത്യം നിശബ്ദമാക്കട്ടെ. നാശത്തെ മാനസാന്തരം തടയട്ടെ. അങ്ങ് അരാജകത്വത്തിന്റെ ദൈവമല്ല, മറിച്ച് നീതിയുടെയും സമാധാനത്തിന്റെയും ദൈവമാണ്. ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ കരുത്ത് ആയുധങ്ങളായല്ല, മറിച്ച് സൗഖ്യമാക്കാനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മനുഷ്യത്വത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് ഉയർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദാവീദിനെ പോലെ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. അക്രമത്തെ മഹത്വപ്പെടുത്താനല്ല, നീതിക്കായി നിലകൊള്ളുവാൻ മാത്രം. മോശയെ പോലെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ജീവന്റെ വഴിയിലേക്ക് നയിക്കുവാൻ മാത്രം. ക്രിസ്തുവിനെ പോലെ ഹൃദയം നൽകണമേ. പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്നേഹിക്കുവാൻ മാത്രം. ഞങ്ങൾ രാഷ്ട്രങ്ങളെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമം നാശത്തിലൂടെ അല്ല, മറിച്ച് മാനസാന്തരത്തിലൂടെയും ഉണർവിലൂടെയും സമാധാനത്തിലൂടെയും മഹത്വപ്പെടട്ടെ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.